വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് പേർക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആയ സമയത്ത് ഉണ്ടായിട്ടുള്ള 5 പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. ഈ 5 ലക്ഷണങ്ങളും ഭയങ്കര വിയേർഡ് ആയിട്ടുള്ളതാണ്. ഇത് പ്രഗ്നൻസി ലക്ഷണമാണോ എന്ന് നിങ്ങൾ വരെയും ചോദിക്കുന്ന തരത്തിലുള്ള ലക്ഷണങ്ങളാണ് ഇതിൽ മെജോറിറ്റിയും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ലക്ഷണങ്ങളെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിലെ പല മാറ്റങ്ങൾ കൊണ്ടും, ചില ആളുകൾക്ക് ഹോർമോണൽ ഇംബാലൻസസ് ഉള്ളത് കൊണ്ടും, ചില ആളുകൾക്ക് PCOD ഉള്ളത് കൊണ്ടും, ചിലർക്ക് പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ഉള്ളത് കൊണ്ടും പലരും പ്രഗ്നൻസി ആകുന്ന ലക്ഷണങ്ങളെയും പീരിയഡ്സ് ആകുന്ന ലക്ഷണങ്ങളെയും കൃത്യമായിട്ട് വേർതിരിച്ചറിയാനായിട്ട് സാധിക്കാത്തവരാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നത്. കാരണം പീരിയഡ്സ് ആകുന്ന സമയത്തോ പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ആയിട്ട് മാത്രമല്ല ഈ ലക്ഷണം ഉണ്ടാകുന്നതെന്നും പ്രഗ്നൻസി ആകുന്ന സമയത്തും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകുമെന്നും ഒരു അവയർനെസ് ആണ് ഈ വീഡിയോസ് കൊണ്ട് കൊടുക്കുന്നത്. ഇത്തരത്തിലുള്ള വീഡിയോസ് കാണുന്ന സമയത്ത് എനിക്ക് ഈ ലക്ഷണം ഇല്ലല്ലോ എന്ന് ആലോചിച്ച് വിഷമിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയത്ത് പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് നിങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് സ്ട്രെസ് ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകാനായിട്ടുള്ള ചാൻസസ് കൂട്ടുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള സമയത്ത് ഈ വീഡിയോസ് സ്കിപ്പ് ചെയ്ത് കളയാട്ടോ. അതല്ല നിങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും ഈ ലക്ഷണങ്ങൾ ഇല്ലെങ്കിലും ശരീരം നല്ലതുപോലെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ലൈവ് സെഷൻ നടക്കുന്നുണ്ട്. 11 o'clock ശേഷം, അതായത് രാവിലെ 11 മണിക്ക് ശേഷം ഏത് സമയത്താണ് ലൈവ് വരുന്നതെന്ന് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ടാബ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ലൈവിൽ ചോദിക്കാവുന്നതാണ്. ഡയറക്റ്റായിട്ട് നമുക്ക് ഇൻട്രാക്ഷൻ നടത്താം കേട്ടോ. ഏറ്റവും ആദ്യത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് വജൈനൽ ടൈറ്റ്നസ് ആണ്. വജൈനൽ ടൈറ്റ്നസ് എന്ന് പറയുന്നത് ചില ആളുകൾക്ക് ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് വജൈന ഇറുകിയിരിക്കുന്നത് പോലുള്ള ഒരു സെൻസേഷൻ നമുക്ക് ഫീൽ ചെയ്യും. ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള അണ്ടർ ഗാർമെന്റ്സ് ഒക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവില്ലേ, ആ ഒരു ഫീലിംഗ് ആയിരിക്കും നമുക്ക് ഈ ഒരു വജൈനൽ ടൈറ്റ്നസ് ഉണ്ടാവുന്ന സമയത്ത് കൂടുതലായിട്ടും അനുഭവപ്പെടുന്നത്. നമ്മളുടെ ഓവുലേഷൻ നടന്നു കഴിഞ്ഞ് ഇംപ്ലാന്റേഷൻ ആയി കഴിഞ്ഞാൽ നമ്മുടെ യൂട്രസിന്റെ ലൈനിങ്ങിൽ വന്നിട്ടാണ് ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ് അറ്റാച്ച് ആകുന്നത്. ഇങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ വയറിനും വലിഞ്ഞു മുറുകുന്നത് പോലുള്ള ഒരു സെൻസേഷൻ അനുഭവപ്പെടാറുണ്ട്. അതുപോലെ തന്നെ ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആവുന്ന സമയത്ത് നമ്മളുടെ ആ ഒരു സ്റ്റൊമക്കിൽ നിന്നും നമ്മുടെ യൂട്രസിൽ നിന്നും താഴോട്ടുള്ള ശരീരഭാഗങ്ങളിലോട്ട് ഒരു പ്രഷർ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ലോവർ അബ്ഡമൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ യൂട്രസ് താഴോട്ട് പ്രഷർ കൊടുക്കുമ്പോഴേക്കും ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ വജൈനൽ പോർഷനിലും ഒരു ടൈറ്റ്നസ് ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഈ സമയത്ത് പല സ്ത്രീകൾക്കും ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള താല്പര്യം വളരെയധികം കുറഞ്ഞും വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രഗ്നൻസി ലക്ഷണമാണ്. ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വജൈനൽ ഡ്രൈനെസ്സും ഫീൽ ചെയ്യാനായിട്ട് ചാൻസസ് ഉണ്ട് കേട്ടോ. രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ക്രാവിങ്സ് ആണ്. ഇത് ഒരുപാട് വിയേർഡ് ആയിട്ടുള്ള ഒരു ലക്ഷണമല്ല, പല സ്ത്രീകൾക്കും ഉണ്ടാകുന്ന ഒരു ലക്ഷണമാണ്. ചിലർക്ക് ഭയങ്കര കൊതിയായിരിക്കും ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ ഇംപ്ലാന്റേഷൻ നടക്കുമ്പോഴേക്കും പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ക്രാവിംഗ് ആയിരിക്കും. ചിലർക്ക് പുളി കഴിക്കാൻ തോന്നും, ചിലർക്ക് ഭയങ്കരമായിട്ട് ഉപ്പ് കഴിക്കാൻ തോന്നും, ചിലർക്ക് ഭയങ്കരമായിട്ട് എരിവ് കഴിക്കാനായിട്ട് തോന്നും, ചിലർക്ക് ഭയങ്കരമായിട്ട് മധുരം കഴിക്കാനായിട്ട് തോന്നും. ചില ആളുകളുണ്ട് പ്രഗ്നൻസി ആയി കഴിഞ്ഞാൽ ഉപ്പ് വാരി കഴിക്കുന്നവരുണ്ട്. നമ്മളുടെ ശരീരത്തിൽ പല ഒരു ഹോർമോണൽ വ്യത്യാസം ഉണ്ടാവുമ്പോഴേക്കും ഒക്കെയാണ് പലരും ഇത്തരത്തിൽ ചെയ്യുന്നത്. ചില ആളുകൾക്ക് ക്രാവിങ്സിന്റെ എക്സ്ട്രീം എത്തിയിട്ട് മണ്ണ് വാരി കഴിക്കുന്നവർ വരെയുണ്ട്. സോപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നവരൊക്കെ ഉണ്ട്. ഇതൊക്കെ ഭയങ്കര വിയേർഡ് ആയിട്ട് നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളാണ്. ചില ആളുകൾക്ക് പ്രിമെൻസ്ട്രൽ സിംറ്റം ആയിട്ടും ക്രാവിങ്സ് വരാറുണ്ട്. അതായത് ഇപ്പൊ എന്തെങ്കിലും പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ഒരു സാധ്യത നമുക്ക് ആ ഒരു പ്രിമെൻസ്ട്രൽ സിംറ്റം ആയിട്ടും ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ മെജോറിറ്റി സ്ത്രീകൾക്കും പ്രഗ്നൻസി പോസിറ്റീവ് ആയി കഴിയുമ്പോഴേക്കും പെർട്ടിക്കുലർ ആയിട്ടുള്ള എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനായിട്ടും തോന്നാറുണ്ട് കേട്ടോ. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ വിഷൻ ആ ഒരു ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യുക, നമ്മുടെ കാഴ്ചയെ ഭയങ്കരമായിട്ട് ബാധിക്കുക. അതായത് നമുക്ക് കാണുന്ന ഏതെങ്കിലും ഒരു വസ്തുവിന് ചുറ്റും വൈറ്റ് കളറിലുള്ള ഒരു നിഴല് പോലെ നമുക്ക് ഫീൽ ചെയ്യുക, ദൂരെയുള്ള കാര്യങ്ങളൊന്നും വായിക്കാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ ഇപ്പോൾ വണ്ടി ഓടിക്കുന്ന സമയത്താണെങ്കിലും ഹെഡ്ലൈറ്റ് പെട്ടെന്ന് ഇങ്ങോട്ട് നമ്മുടെ ഒരു ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വണ്ടിയുടെ ഹെഡ്ലൈറ്റ് നമുക്ക് പെട്ടെന്നായിട്ട് ഇങ്ങോട്ട് അഫക്ട് ചെയ്യുക, നമുക്ക് ഒരു നിമിഷം നമ്മൾ ബ്ലാങ്ക് ആയി പോകുന്നത് പോലെ തോന്നുക. പ്രൊജസ്ട്രോണിന്റെ അളവ് ശരീരത്തിൽ കൂടുന്നതിന്റെ ഭാഗമായിട്ടാണ് പല സ്ത്രീകൾക്കും അവരുടെ വിഷൻ ബ്ലറായിട്ട് അനുഭവപ്പെടുന്നത്. ഓവുലേഷൻ കഴിഞ്ഞ് പ്രഗ്നൻസി പോസിറ്റീവ് ആകുമ്പോൾ പല സ്ത്രീകൾക്കും ഈ ലക്ഷണം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഫുൾ ആയിട്ടൊന്ന് ക്യൂർ ആകുന്നത് ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ഹോർമോൺസ് ഒക്കെ നോർമൽ ആയിട്ട് വരുന്ന സമയത്തായിരിക്കും. എന്റെ പ്രഗ്നൻസിയിൽ സെക്കൻഡ് പ്രഗ്നൻസിയിൽ എനിക്ക് ഉണ്ടായിരുന്ന ഭയങ്കരമായിട്ട് ഞാൻ പേടിച്ച ഒരു ലക്ഷണമായിരുന്നത്. കാരണം ഡ്രൈവ് ചെയ്യുന്നത് കൊണ്ടും അതുപോലെ നമുക്ക് ചെറുപ്രായമാണല്ലോ, ഈ സമയത്തൊക്കെ ആ ഒരു കണ്ണട വെക്കേണ്ടി വരുമോ എന്നൊക്കെ ആലോചിച്ച് ഞാൻ ഒരുപാട് ടെൻഷൻ ആയിട്ടുണ്ട്. ഒരു
എന്താ പറയുക, ഒരു 3-4 മീറ്റർ വ്യത്യാസത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു കാര്യവും എനിക്കിപ്പോൾ നമ്മളിപ്പോൾ ആകാശത്തോട്ട് നോക്കുന്നു, അല്ലെങ്കിൽ ഒരു മരത്തിന് നമ്മൾ തൊട്ടടുത്തുള്ള ഒരു മരത്തിന് നമ്മൾ നോക്കുന്നു, പക്ഷേ ക്ലിയർ ആയിട്ടൊരു വിഷൻ നമുക്ക് കിട്ടാതെ വരിക. അതുപോലെ തന്നെ ഒരു ഡിസ്റ്റൻസിൽ നമ്മളിപ്പോൾ ഡൈനിങ് ഏരിയയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു ഹോളിൽ ഇരിക്കുന്ന TV നമുക്ക് കാണാൻ, അതിൽ പോകുന്ന എന്തെങ്കിലും എഴുത്ത് നമുക്ക് കാണാൻ പറ്റാതെ വരിക. ഇതെല്ലാം പല ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു പ്രഗ്നൻസി ലക്ഷണമാണ് കേട്ടോ. 4-മത്തേതെന്ന് പറയുന്നത് നമ്മുടെ മറവിയാണ്. ഒരുപാട് പേർക്ക് ഉണ്ടാകുന്ന ലക്ഷണമാണ് മറവി എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും അങ്ങനെ കണ്ടിന്യൂസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ, ഓവുലേഷൻ കഴിഞ്ഞിട്ട് കൂടുതലായിട്ട് നിങ്ങൾക്ക് മറവി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് പ്രഗ്നൻസിയുടെ ലക്ഷണമായിട്ട് പലർക്കും ഉണ്ടാവാറുണ്ട്. ബ്രെയിൻ ഫോഗ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ പല സ്ത്രീകൾക്കും പ്രഗ്നൻസി പോസിറ്റീവ് ആകുമ്പോൾ ഉണ്ടാവുന്ന ഒന്നാണ്. നമ്മുടെ ബ്രെയിനിൽ ചെറിയൊരു ഒരു മങ്ങല് ആ ഒരു സമയത്ത് ഉണ്ടാവുക, നമുക്കൊരു മറവി ആ സമയത്ത് അനുഭവപ്പെടുക. ചില ആളുകളൊക്കെ ഓവുലേഷൻ കഴിഞ്ഞിട്ട് എന്തെങ്കിലും കാര്യത്തിന് ഫ്രിഡ്ജ് തുറന്നിട്ട് പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ആലോചിച്ച് ഇങ്ങനെ വന്നിട്ട് പെട്ടെന്ന് അത് മറന്നു പോകുന്ന ആളുകളുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മളുടെ ആ ഒരു ഈസ്ട്രജനും പ്രൊജസ്ട്രോണും HCG അങ്ങനെ പല ഹോർമോൺസും ഇൻക്രീസ് ആകും. ചില ഹോർമോൺസ് അവരുടെ പ്രവർത്തനം സാക്രിഫൈസ് ചെയ്യും, ഡൗൺ ആകും. ഇങ്ങനെയൊക്കെ ഭാഗമായിട്ടും അതുപോലെ തന്നെ എക്സസ് ആയിട്ട് ബ്ലഡ് സർക്കുലേഷൻ ശരീരത്തിൽ കൂടുമ്പോഴേക്കും അതിന്റെ മാറ്റം കൊണ്ടും പല സ്ത്രീകൾക്കും ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ അനുഭവപ്പെടാറുണ്ട് കേട്ടോ. അങ്ങനെയുള്ള മാറ്റം കാണുന്നുണ്ടെങ്കിലും ശരീരം നല്ലതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കാം. 5-മത്തെ ലക്ഷണം എന്ന് പറയുന്നത് നമുക്ക് എക്സസ് ആയിട്ട് കോട്ടുവ അനുഭവപ്പെടുക, അതുപോലെ നമ്മൾ കൂർക്കം വലിക്കുക. പല സ്ത്രീകളും പ്രഗ്നൻസിക്ക് മുമ്പായിട്ട് കൂർക്കം വലി സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നോസിന്റെ ഭാഗമൊക്കെ, നമ്മുടെ ആ ഒരു ശ്വസനമൊക്കെ പല ആളുകൾക്കും വ്യത്യാസം വരാറുണ്ട്. ചിലർക്ക് ആ ഒരു ഗ്യാപ്പിൽ വ്യത്യാസം വരാറുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട്, ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഫീൽ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട്, ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് പല ആളുകളും ആ ഒരു കൂർക്കം വലി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാറുണ്ട്. ചിലർക്ക് എക്സസ് ആയിട്ട് കോട്ടുവ വരാറുണ്ട്. നമുക്ക് ഭയങ്കരമായിട്ട് ടയേർഡ് ആകുന്ന സമയമാണ് പ്രഗ്നൻസിയുടെ സമയം എന്ന് പറയുന്നത്. ഹോർമോൺസ് ഒറ്റയടിക്ക് അങ്ങോട്ട് ഇൻക്രീസ് ആയിട്ട് വരുമ്പോഴേക്കും ഈ ഒരു കോട്ടുവായം നമുക്ക് കൂടും. പ്രൊജസ്ട്രോൺ ഹോർമോൺ ആണ് ഏറ്റവും കൂടുതൽ ഈ ഒരു സിംറ്റം ഉണ്ടാവാനായിട്ടുള്ള കാരണക്കാരൻ കേട്ടോ. അതിന്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് ഉണ്ടാകാം. അപ്പോൾ ഇതൊക്കെയാണ് ഭയങ്കര വിയേർഡ് ആയിട്ടുള്ള പ്രഗ്നൻസി സമയത്ത് നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. പല ആളുകൾക്കും പ്രിമെൻസ്ട്രൽ സിംറ്റം ആയിട്ട് ഈ ലക്ഷണങ്ങളൊക്കെ കാണുമ്പോഴേക്കും എക്സ്പെക്റ്റഡ് പീരിയഡ് ഡേറ്റിൽ ചിലപ്പോൾ 1-2 ദിവസം ഒന്ന് മിസ്സായി കഴിയുമ്പോഴേക്കും പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പലരും ചെയ്യാറുണ്ട്. അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. ഇത് ചില ആളുകൾക്ക് മാത്രം ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളാണ്. ഇത് കണ്ടില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. എക്സ്പെക്റ്റഡ് പീരിയഡ് ഡേറ്റിൽ ബ്ലീഡിങ് വരുന്നുണ്ടോ എന്ന് നോക്കാം. ഇൻ കേസ് നിങ്ങൾക്ക് ബ്ലീഡിങ് വരുന്നുണ്ടെങ്കിലും ആ പോകുന്ന രക്തത്തിന്റെ അളവ് എത്രത്തോളം ആണെന്നുള്ള കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ഒരുപാട് പേര് ചാനലിൽ പറയുന്നുണ്ട് ലൈറ്റ് ആയിട്ടുള്ള ബ്ലീഡിംഗ് ഉണ്ടായതിനു ശേഷം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവ് റിസൾട്ട് കിട്ടിയെന്ന്. അതുകൊണ്ട് ബ്ലീഡിങ്ങിന്റെ കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.